ഇന്ന് റിലവൻ്റ് ക്വസ്റ്റ്യനാണ് യേശുവിനോട് ചോദിക്കപ്പെടുന്നത്. ചോദിക്കുന്ന വലിയൊരു ജനക്കൂട്ടമാണ്. അവർ ചോദിക്കുന്നത് ഒരു ന്യായമായൊരു ചോദ്യമാണ്. ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കണമെങ്കിൽ എന്തടയാളമാണ് നീ ഞങ്ങൾക്ക് തരുന്നത്? കാരണം ഞങ്ങളിതിനു മുമ്പ് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയല്ല, അതൊരു സംഭവം തന്നെയാണ്. ഞങ്ങളുടെ പൂർവികർക്ക് മരുഭൂമിയിൽ വെച്ച് മോശ മല്ല കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ മോശയെ വിശ്വസിച്ചത്. അപ്പം നിന്നെ ഇപ്പം ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഒരടയാളം താ. അപ്പം യേശുവിന് ചിരി വന്ന് കാണും. യേശു ചിരിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന തന്നത് മോശമല്ല, അത് ഞാനാണ് തന്നത്. അപ്പോൾ തിരിച്ച് അവർ ചിരിച്ചിട്ടുണ്ടാവും. കാര്യം പിന്നീട് യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് പിടുത്തം കിട്ടില്ല. യേശു പറഞ്ഞത്, ഞാനാണ് അപ്പം, ജീവനുള്ള അപ്പം. നിങ്ങൾക്ക് ഭക്ഷണം ആരിലൂടെ കിട്ടിയോ അവനിലാണ് നിങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ ആ ഭക്ഷണം തന്നെ ഞാനാണ്. അതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. അവർക്ക് ചിരി വന്നു. അവർ യേശുവിൽ വിശ്വസിച്ചില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും അവർക്ക് പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ട് അവർ തിരിഞ്ഞ് നടന്നു പോയി. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ വലിയൊരു കലഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപുമായിട്ട്. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി വല്ലാണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ട്രംപിന് അത്ര പിടിച്ചില്ല. പാപ്പയുടെ നിലപാടുകൾ നോക്കി തിരിച്ച് ട്രംപും ഒരുപാട് വിമർശിക്കുന്നുണ്ട്. ചിലരൊക്കെ സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ, ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ, സുവിശേഷത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റവർക്ക് മനസ്സിലാകില്ല. അതവരുടെ അജ്ഞതയാണ്. അതുകൊണ്ട് അവർ ചിരിക്കും. പക്ഷേ പറയുന്നവന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് യേശുവും ചെയ്തത്. അവൻ ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് തന്നെയാണ് ഇന്ന് ലിയോ പാപ്പയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആര് ചിരിച്ചാലും ആര് വിമർശിച്ചാലും.